ടെമ്പിൾസ് ഫോർ ഡിവോട്ടീസ് ചാലഞ്ചസ് ആൻഡ് സൊല്യൂഷൻസ്, ഇതാണ് ഈ സബ്ജക്റ്റിലാണ് ഞാൻ പ്രിപ്പയർഡായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ സബ്ജക്റ്റിനെ കളയുന്നു. ഐ ത്രോ എവേ ദിസ്. ഇങ്ങനെ ഒരു സബ്ജക്റ്റേ ആവശ്യമില്ല. കാരണം ടെമ്പിൾസ് ഫോർ ഡിവോട്ടീസ്, ഞാനത് സമ്മതിക്കുന്ന ഒരാളല്ല. ടെമ്പിൾസ് ഡിവോട്ടീസിന് കൊടുക്കാൻ സാധ്യമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരു ടെമ്പിളെങ്കിലും നിങ്ങൾ ഏത് ഡിവോട്ടിക്ക് കൊടുക്കുക? ടെമ്പിൾ ഡിവോട്ടിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആരാണ് ഡിവോട്ടി? ഫസ്റ്റ് എങ്ങനെയാണ് ടെമ്പിൾ ഡിവോട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ തന്നെ ഈ ഇത്രയും അഴിമതി നടത്തുന്ന ദേവസ്വം ബോർഡുകളും സർക്കാരുകളും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ സിസ്റ്റം പോലും ഇല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ ഇപ്പോഴും വളരെ രൂക്ഷമായിട്ടുണ്ട് എന്ന് അനുഭവപ്പെടുന്ന ജാതീയ ചിന്തകളിലൊക്കെ ഉള്ള, ഇത് സത്യം പറയുമ്പോൾ പലർക്കും വിഷമം തോന്നും, പക്ഷേ വിഷമിച്ചിട്ട് കാര്യമില്ല, സത്യമാണ്. അപ്രിയ സത്യമായിരിക്കാം, പക്ഷെ അത് തുറന്നു പറയുക എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമായതുകൊണ്ട് പറയുകയാണ്. എന്തായിരിക്കും സ്ഥിതി ഉണ്ടാക്കുക? ഇന്നിപ്പോൾ നമ്മൾ ശബരിമല തന്നെ ഡിവോട്ടീസിന് കൊടുക്കാമെന്നങ്ങ് തീരുമാനിച്ചു, ഡിവോട്ടീസിനെ ഏൽപ്പിക്കുന്നു, അവർ നടത്താമെന്ന് തീരുമാനിച്ചാൽ എന്തായിരിക്കും അവിടുത്തെ പ്രസിഡന്റ്? ആരായിരിക്കും അതിൻ്റെ മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സ്? ആര് തീരുമാനിക്കും? സുകുമാരൻ നായർ തീരുമാനിക്കോ? വെള്ളാപ്പള്ളി തീരുമാനിക്കോ? ശ്രീകുമാർ തീരുമാനിക്കോ? ആര് തീരുമാനിക്കും? അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെമ്പിൾസ് ടു ഡിവോട്ടീസ് ഇല്ല. ഞാൻ അതിന് പകരം ഇത് ഏകദേശം ഒരു 6 വർഷം മുമ്പ് തുടങ്ങിയൊരു ക്യാമ്പയിനുണ്ട്, ദേവസ്വംസ് ടു ഡിവോട്ടീസ്. അതാണ്. അപ്പോൾ അതെങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം, ഹിസ്റ്റോറിക്കലായിട്ട് 1811 കേണൽ മൺറോ ചെയ്ത ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് പിന്നീട് വന്ന ഈ പറയുന്ന ദേവസ്വങ്ങളൊക്കെ. 1811 അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 348 വലിയ ക്ഷേത്രങ്ങളും 1171 ചെറിയ ക്ഷേത്രങ്ങളും അതിൻ്റെ സമ്പത്ത് മുഴുവൻ സർക്കാരിലേക്ക് ഏറ്റെടുത്തു. കാരണം അന്ന് സർക്കാർ എന്ന് പറയുന്ന രാജാവിന് ഇത് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്താണെന്ന് ഓർക്കണം. ബ്രിട്ടൻ്റെ ഭരണത്തിലല്ല, ബ്രിട്ടൻ്റെ ഭരണം 1857 ശേഷമാണ് വരുന്നത്. 1811 എന്ന് പറയുന്നത് കമ്പനി ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നടക്കുന്ന സമയത്താണ്. അപ്പോൾ കേണൽ മൺറോ ചെയ്ത പണിയാണ് ഈ പറയുന്ന ഇത്രയും ടെമ്പിൾസിൻ്റെ സമ്പത്ത് കംപ്ലീറ്റ് ഏറ്റെടുക്കുകയും 5 ലക്ഷം രൂപ രാജാവ് കമ്പനിക്ക് കൊടുക്കാനുള്ള, അത് എടുക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അത് കൊടുത്തത്. അങ്ങനെ കൊടുത്ത് അതിന് ശേഷം വന്ന പിന്നീട് അത് പല രൂപത്തിലും, അപ്പോൾ അന്നൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു, ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള തുക സർക്കാർ കൊടുക്കുന്നു. എനിക്ക് തോന്നുന്നു 1 ലക്ഷം രൂപയും പിന്നെ 1 ലക്ഷം പറ നെല്ലും ഒക്കെ അങ്ങനെ കൊടുക്കാനായിട്ട് അന്ന് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. പിന്നീട് അതിന് എന്ത് പറ്റിയെന്നോ ആ സ്ഥലങ്ങൾക്ക് എന്ത് പറ്റിയെന്നോ ഒന്നും കൃത്യമായിട്ടുള്ളൊരു കണക്കൊന്നും ലഭ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും ഒരു മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് എളുപ്പമാണ്, പക്ഷെ ആ മുദ്രാവാക്യം ഏത് വിധത്തിൽ പ്രാവർത്തികമാക്കിയാൽ അതിനുള്ള ബുദ്ധിമുട്ട് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ വിളിക്കാൻ നിങ്ങളോട് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ദേവസ്വംസ് ടു ഡിവോട്ടീസ്, ദേവസ്വം ബോർഡ് ഷുഡ് കണ്ടിന്യൂ. ആ ദേവസ്വം ബോർഡ് പക്ഷേ ഷുഡ് ബി ഗിവൺ ടു ദ ഡിവോട്ടീസ്. അതാണ് വേണ്ടത്. അതല്ലെങ്കിൽ നമ്മുടെ അവിടെ ഉണ്ടാകുന്ന ഭയങ്കര ഒരുപക്ഷെ ഇപ്പോഴുള്ള സ്ഥിതിയേക്കാളും വളരെ മോശമായിട്ടുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറാനും ഒരു ജാതികൾ തമ്മിൽ അടിക്കാനുമുള്ള ഒരു വലിയ അവസരമായിട്ട് അത് മാറും. ഈ അമ്പലങ്ങളെല്ലാം നിങ്ങളെടുത്തോ, ഹിന്ദുക്കളങ്ങ് എടുത്തോ എന്ന് പറഞ്ഞാൽ ആ ഹിന്ദുവിൻ്റെ ഇടയിൽ ഭയങ്കര അടിപിടി ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എത്രയോ ജാതികൾ, പ്രബല ജാതികളുണ്ട്, തീരെ ചെറിയ ജനസംഖ്യയുള്ള ജാതികളുണ്ട്. അപ്പോൾ അവർ തമ്മിൽ വലിയ വിഷമത്തിലേക്ക് പോകും. അത് കഴിഞ്ഞ് 1949 ഇത് ഒരു കവനൻ്റ് ഉണ്ടാക്കി. അതായത് നമ്മുടെ കേരള സംസ്ഥാനം ഉണ്ടാക്കുന്നതിന് മുമ്പ് ട്രാവൻകൂർ, കൊച്ചിനും റൂളേഴ്സും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ട്, അതാണ് പിന്നീട് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ നിയമങ്ങളായിട്ട് മാറി വന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിനോട് അനുബന്ധിച്ച് നേരിട്ട് വരുന്നൊരു സബ്ജക്റ്റ് അല്ലെങ്കിലും
നമ്മൾ ഇതിനോടൊപ്പം ആർഗ്യൂ ചെയ്യുകയും അത് നടപ്പാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഒക്കെ കുറച്ച് നേരത്തെ സംസാരിച്ചതാണ്, നമ്മൾ ഹിന്ദു ഐക്യവേദിയിലൊക്കെ ഒരു ബിൽഡിംഗ് പണിയാനായിട്ട് എല്ലാ അംഗങ്ങളുടെ എന്നും അവർ പൈസ പിടിക്കുക, 2500 രൂപ പിടിക്കുക എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം അംഗങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും 1000 രൂപ 1500 രൂപയൊക്കെ ഒരു ദിവസം പരമാവധി വരുമാനമുള്ള ബഹുഭൂരിപക്ഷം അംഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിലും കേരള ഗവൺമെൻറ്റിലും ഉന്നയിക്കേണ്ട ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ പാലോളി മുഹമ്മദ് കുട്ടി കമ്മിറ്റി പോലെയും കേന്ദ്രത്തിൽ സച്ചാർ കമ്മീഷൻ പോലെയും ഓരോ കമ്മീഷൻ ഹിന്ദുക്കളുടെ സാമ്പത്തിക, സാമൂഹിക, വിദ്യാഭ്യാസ അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതിനും അതിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, എന്തെല്ലാം പുരോഗതി ഉണ്ടായിട്ടുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാക്കുന്നതിനുമായിട്ട് ഒരു കമ്മീഷൻ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ മാത്രമേ, ഇപ്പോഴും നോക്കുക, പാലോളി കമ്മീഷൻ വന്നതിന് ശേഷം മുസ്ലിം സമുദായത്തിന് കിട്ടിയ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കുക. അതേസമയം ഇപ്പോഴും ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിലൊക്കെ കിടക്കുന്നവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തു എന്ന് പറയുന്ന ആ ഷെഡ്യൂൾ ട്രൈബിലൊക്കെ പെട്ട എനിക്ക് പ്രത്യേകിച്ച് പറയാൻ ഉള്ളത്, അപ്പോൾ അതിൽ ഒന്നും കിട്ടിയിട്ടില്ല, നല്ലൊരു ഭാഗത്തിന് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഈ തുകയ്ക്ക് എവിടെ പോയി? ഇപ്പം ശരിക്കും ഷെഡ്യൂൾ ട്രൈബിനെ കൊടുക്കാനായിട്ട് കേരള ഗവൺമെൻറ്റിന് കിട്ടിയിരുന്ന തുക ഇടുകയാണെങ്കിൽ ഓരോ ട്രൈബിലും 1 കോടി രൂപയുടെയെങ്കിലും സ്വത്തിന് ഉടമയായാണ്. വെറുതെ ബാങ്കിലിട്ടാൽ മതിയായിരുന്നു, വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നില്ല, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈ തുക കിട്ടുന്നത് നേരെ ബാങ്കിലേക്ക് ഇട്ടിട്ട് ഷെഡ്യൂൾ ട്രൈബിൻ്റെ അക്കൗണ്ടിൽ, ഓരോരുത്തരുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പോലെ കൊടുത്തിരുന്നെങ്കിൽ അവരെല്ലാം ഇന്ന് കോടീശ്വരന്മാരായിരുന്നേനെ. ഒരു കുടുംബമല്ല കോടീശ്വരനാകുന്നത്, ഓരോ വ്യക്തിയും ട്രൈബൽ കോടീശ്വരനായിരുന്നേനെ. പക്ഷെ അവർക്കൊന്നും വീടില്ല, അവർക്കൊന്നും യാതൊരുവിധ സെക്യൂരിറ്റി ഇല്ല, സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല, എല്ലാം വളരെ വിഷമത്തിലാണെന്നുള്ള കാര്യം അറിയുക. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ആവശ്യം നമ്മൾ പറയുന്നത്, ഇതേപോലെ പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ പോലെ കേരളത്തിലാണെങ്കിൽ അവിടെയും, സച്ചാർ കമ്മീഷൻ പോലെ ഭാരതത്തിൽ അവിടെയും ഒരു കമ്മീഷൻ വെക്കണം. അത് സമയബന്ധിതമായ ഒരു പഠനം നടത്തി ഹിന്ദുക്കൾക്കുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ നടപടികൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. 11 കൊല്ലമായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് ചെയ്തില്ല എന്നുള്ളത് എനിക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു, കഴിഞ്ഞ ഒരു 5 വർഷത്തിന് മുമ്പെങ്കിലും അത് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് അതേപ്പറ്റി പറയാനുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.